അയാൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് RRB ടെക്നീഷ്യൻ എന്ന എക്സാമിനേഷൻ്റെ റിസൾട്ട് RRB പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ്. അപ്പോൾ ഈ റിസൾട്ടിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. ഇത് ഒരു DV വെരിഫിക്കേഷൻ, അതായത് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടിയുള്ള റിസൾട്ടാണ്. അതിനുശേഷമായിരിക്കും ഫൈനൽ റിസൾട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ റെയിൽവേ ഈ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ വന്നിരിക്കുന്ന ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ റിസൾട്ട് വന്നിരിക്കുന്നത് 19/12/2024 മുതൽ 20/12/2024. പ്രധാനമായിട്ടും ഇതിൽ വന്നിരിക്കുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ 19/12/2024 20/12/2024 നടന്ന എക്സാമിനേഷനുകളെ ഡിപ്പെൻഡ് ചെയ്തുള്ള റിസൾട്ടാണ്. ഇത് പ്രകാരം ഈ റിസൾട്ട് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ DV വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനുമാണ്. ഇതിനുവേണ്ടി ഈ റിസൾട്ടിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ വരുന്ന SMS അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മെയിലിൽ വരുന്ന SMS മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിലോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രൊഫൈലിൽ നിന്ന് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ്, DVക്ക് വേണ്ടിയുള്ള ഒരു ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടി വരും. ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വേണ്ടി പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഡോക്യുമെന്റിൻ്റെയും ഒറിജിനൽ കയ്യിൽ കരുതേണ്ടതാണ്. ഒപ്പം തന്നെ എല്ലാത്തിൻ്റെയും കോപ്പി സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ട് കയ്യിൽ കരുതേണ്ടതാണെന്നും റെയിൽവേ പറയുന്നുണ്ട്. അത് എവിടെയാണ് നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ നടത്തേണ്ടത് എന്നും കൃത്യമായിട്ട് അതിലുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പോകുമ്പോൾ അത് ഡോക്യുമെന്റ് എടുത്ത് തന്നെ പോകേണ്ടതാണ്. പിന്നീട് മറ്റൊരു കാര്യം കൂടി റെയിൽവേ എടുത്ത് പറയുന്നത് മറ്റൊന്നുമല്ല, നിങ്ങൾ കൊണ്ടുപോകുന്ന എല്ലാ ഡോക്യുമെന്റിന്റെ ഡീറ്റെയിൽസും ഒന്നുകിൽ ഹിന്ദിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള ഡോക്യുമെന്റ് ആയിരിക്കണം. അതായത് പ്രത്യേകിച്ചും എടുത്തു പറയാനുള്ള കാരണം OBC സർട്ടിഫിക്കറ്റ് പോലുള്ള അല്ലെങ്കിൽ EWS പോലെയുള്ള SC/ST സർട്ടിഫിക്കറ്റുകളൊക്കെ എപ്പോഴും നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് പർപ്പസിന് വേണ്ടി വാങ്ങുന്നതായിരിക്കണം. അല്ലാത്ത പക്ഷം ഇതിൽ ഉണ്ടാവുന്ന ലാംഗ്വേജ് ചിലപ്പോൾ ഭരണഭാഷ മലയാളമായതുപോലെ തന്നെ മറ്റ് പല ഭാഷകളും ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോക്യുമെന്റുകളുടെ ലാംഗ്വേജ് ഇംഗ്ലീഷിലും അല്ലെങ്കിൽ ഹിന്ദിയിലും ആയിരിക്കണം എന്നത് ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. അല്ലാത്ത പക്ഷം ഈ ഡോക്യുമെന്റ് എന്നുള്ളതൊന്നും റെയിൽവേ കൺസിഡർ ചെയ്യുന്നതല്ല എന്ന് അവർ പറയുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ആ മെഡിക്കൽ എക്സാമിനേഷൻ നടക്കുന്നത് റെയിൽവേയുടെ കീഴിലുള്ള ഹോസ്പിറ്റലായിരിക്കും. ഈ മെഡിക്കൽ എക്സാമിനേഷനായിട്ട് നിങ്ങൾക്ക് ചിലവ് വരുന്നത് കേവലം 24 രൂപ മാത്രമായിരിക്കും. അല്ലാതെയുള്ള യാതൊരുവിധ ചിലവുകളും ഉണ്ടാവുകയില്ല. റെയിൽവേ തന്നെയായിരിക്കും ഈ ഒരു ഹോസ്പിറ്റൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതും പ്രിഫർ ചെയ്യുന്നതും ആ ഒരു ഹോസ്പിറ്റലിന്റെ കീഴിലായിരിക്കും. അവിടെയാണ് നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ മെഡിക്കൽ എക്സാമിനേഷൻ നടക്കുന്നത്. മറ്റൊരു കാര്യം കൂടി റെയിൽവേ പറഞ്ഞിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് നിങ്ങൾക്ക് ഈ കിട്ടിയിരിക്കുന്ന ഷോർട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി തരുന്നതിന് വേണ്ടിയുള്ള യാതൊരുവിധ അഷ്വറൻസും അല്ല, മറിച്ച് ഇതിനു മുമ്പുള്ള ഒരു ഷോർട്ട് ലിസ്റ്റ് പർപ്പസ് മാത്രമാണ്. ഈ ഒരു ഘട്ടത്തിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ ഈ ഒരു എക്സാമിനേഷന്റെ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാനുള്ള പൂർണ്ണ അധികാരം റെയിൽവേക്ക് ഉണ്ടായിരിക്കുമെന്ന് കൂടി റെയിൽവേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട കാൻഡിഡേറ്റ്സ് എല്ലാം ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കും എന്ന് കരുതുന്നു. നിങ്ങൾ കൃത്യമായി പാലിച്ച് തന്നെ ഇത് മുമ്പോട്ട് കൊണ്ടുപോവുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എക്സാമിനേഷൻ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ സ്കോർ കാണാൻ കഴിയുന്നൊരു പ്രിവിലേജ് കൂടി റെയിൽവേ തരുന്നുണ്ട്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പരും ഒപ്പം തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫെസിലിറ്റി കിട്ടുന്നതാണ്. 20-ാം തീയതി വരെയാണ് ഇതിനുള്ള സമയമുള്ളത്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും കട്ട് ഓഫ് എത്രയാണെന്നും ഒക്കെ മനസ്സിലാക്കുവാൻ അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു മാർഗം ഉപയോഗിക്കും എന്ന് കരുതുന്നു. നന്നായി പഠിക്കുക. വരുന്ന എല്ലാ എക്സാമുകളും നിങ്ങൾക്ക് പാസ്സാവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് RRB ALP എക്സാമിനേഷൻ്റെ ടയർ 2ന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങ് എത്തുകയാണ്. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാനുള്ള സമയമായി. കൃത്യമായ ഡേറ്റ് എത്തിയില്ലെങ്കിലും നമുക്കിനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എന്ന് നമുക്ക് അറിയാം. പക്ഷേ കൃത്യമായി എല്ലാവരും കൃത്യമായി പഠിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റൂ. ഈ ചെറിയ സമയം എന്ന് പറയുന്നത് കേവലം ഒരു ഉദ്യോഗാർത്ഥിയുടെ മാത്രം അവസ്ഥയല്ല, ഇന്ത്യയിൽ ആകമാനം എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളുടെ അവസ്ഥ ഇത്തരത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയങ്ങൾ കൃത്യവും വ്യക്തവുമായ ഒരു പഠന മാതൃക നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏണസ്റ്റ് അക്കാഡമി പ്രിഫർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളാണ് ഏണസ്റ്റ് അക്കാഡമി പ്രൊവൈഡ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ കണ്ടന്റുകളും പഠിച്ചു തീർക്കാനും ഒപ്പം തന്നെ കൃത്യമായ സ്ട്രാറ്റജിയിൽ എക്സാമിനെ അപ്രോച്ച് ചെയ്ത് ഈസി ആയിട്ട് തന്നെ എക്സാം ക്രാക്ക് ചെയ്ത് ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി എന്ന നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാനും കഴിയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുമെന്ന് കരുതുന്നു. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടോ ഈ ഒരു കണ്ടന്റുമായി ബന്ധപ്പെട്ടോ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ നൽകിയിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.